പൊങ്കാല സായുജ്യത്തിൽ സ്ത്രീ ഭക്തലക്ഷങ്ങൾ അനന്തപുരിയിൽ നിന്നും മടങ്ങി. ക്ഷേത്രത്തിന് മുന്നിലെ പണ്ടാരടുപ്പിൽ തീ പകർന്നതോടെ ആറ്റുകാൽ ക്ഷേത്രം മുതൽ തിരുവനന്തപുരം നഗരമൊന്നാകെ യാഗശാലയായി മാറി. ഇനി അടുത്ത പൊങ്കാലയ്ക്കായുള്ള കാത്തിരിപ്പ്. കണ്ണകി ചരിതത്തിലെ പാണ്ഡ്യരാജാവിനെ വധിക്കുന്ന ഭാഗം തോറ്റം പാട്ടുകാർ പാടി അവസാനിപ്പിച്ചതോടെയാണ് പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമായത്. 9:45 ശുദ്ധ പുണ്യാഹത്തോടെ പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കം. തുടർന്ന് ശ്രീകോവിലിൽ മേൽശാന്തി ദീപം പകർന്നു. ക്ഷേത്രത്തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിൽ തീ പകർന്ന ശേഷം അതേ ദീപം സഹമേൽശാന്തി ഏറ്റുവാങ്ങി ക്ഷേത്രത്തിന് മുന്നിലെ പണ്ടാര അടുപ്പിൽ തീ പകർന്നു. ലക്ഷോപലക്ഷം പൊങ്കാല അടുപ്പുകൾ ആ തീ ഏറ്റുവാങ്ങിയതോടെ അനന്തപുരി യാഗശാലയായി മാറി. പിന്നീട് ആറ്റുകാലമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ സ്ത്രീലക്ഷങ്ങൾ തയ്യാറാക്കി. പൊങ്കാല പായസം, മണ്ടപ്പുറ്റ്, തെരളി, അങ്ങനെ നിരവധി വിഭവങ്ങൾ. 1:15 കാത്തിരിപ്പിന് വിരാമമിട്ട് പൊങ്കാല നിവേദ്യം തളിച്ചു. നിറമനസോടെ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയർപ്പിച്ച് സ്ത്രീലക്ഷങ്ങളുടെ മടക്കം. വ്രതശുദ്ധിയുടെ കാത്തിരിപ്പിന് സായുജ്യം നിറഞ്ഞ സമാപനം. ഇനി വീണ്ടും 1 വർഷം നീണ്ട കാത്തിരിപ്പ്. ആറ്റുകാലിൽ നിന്നും ടീം കൈരളിക്കൊപ്പം എസ് ഷീജ.